നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വേറൊരു വിഷയം നമ്മളുടെ ഇന്ത്യയിലെ നിയമം, അതുപോലെ തന്നെ നിയമങ്ങളും അവിടുത്തെ ഒരു സംസ്കാരവും, അതുപോലെ തന്നെ പെരുമാറ്റവും രീതി, അതുപോലെ തന്നെ യൂറോപ്പിലെ വികസിത രാജ്യങ്ങളിലൊക്കെ വ്യത്യാസം നമ്മൾ ചിന്തിക്കുക. എനിക്ക് തോന്നുന്നത് സിവിലൈസേഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മൾ സ്ത്രീകളോട് എങ്ങനെ പുരുഷന്മാർ പെരുമാറുന്നു എന്നതിന് സ്ത്രീകൾക്ക് എത്രത്തോളം സ്വാധീനം ആ സമൂഹത്തിലുണ്ട് ായിരിക്കാം. ഒരുപക്ഷെ 1979 മുമ്പ് ഇറാനിൽ ഉണ്ടായിരുന്നു. അത് വേറൊരു വിഷയം. അപ്പോൾ ഇന്നലെ ഒരു അത് വനിതകൾ ഹൗസ് വേലക്കാരല്ല, ഭാര്യ വേലയില്ല, കുടുംബ, അതായത് നമ്മൾ ക്ലീനിങ്, തുണിയെടുക്കുന്നത്, അങ്ങനെ പല കാര്യം പുരുഷന്മാരും ഷെയർ ഡ്യൂട്ടി ചെയ്യണം എന്നാണ് കോടതിയുടെ ഒരു സുപ്രീം കോടതി നിലപാട്. അതേസമയം ഇതേ സുപ്രീം കോടതി തന്നെയാണ് കഴിഞ്ഞ ആഴ്ച നിയമം ഇറക്കിയത്. ആർത്തവ അവധി സ്ത്രീകൾക്ക് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവർ തന്നെയാണ് കമന്റ് ഇട്ടത്. അപ്പോൾ ഒക്കെയാണെങ്കിലും സുപ്രീം കോടതിയിലും വിവിധ ജഡ്ജിമാരുണ്ട്, അവർക്കും വിവിധ കാഴ്ചപ്പാടുണ്ട്. ഒരു പാനൽ വന്നിട്ട് ഒരു വിധി ഇന്നലെ പറഞ്ഞു. അത് തന്നെ എനിക്ക് തോന്നുന്ന ഒരു വിഷയം ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത് സ്ത്രീകൾക്കും കൂടെ ഒരു ഭരണം കൊടുത്താൻ പോകുന്ന ഒരു 5 വർഷത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് ഉണ്ട്. 33% സംവരണ സീറ്റ് സ്ത്രീകൾക്കെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഇന്ന് നമ്മൾ എപ്പോഴും നല്ല പെർഫോമിങ് ചെയ്യുന്ന പാർലമെന്റ് മെമ്പേഴ്സ് പലപ്പോഴും ആം ആദ്മി പാർട്ടിയിലുള്ളവരാണ്. പലരും ഉണ്ട്. ബാനർജി, അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കോൺഗ്രസിൽ നിന്നുള്ളവരാണേലും എല്ലാവരും നമ്മൾ അത്രയും വലിയ കാര്യങ്ങളൊന്നും പറയാൻ, രാഘവ് ചദ്ദ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. വിമാനത്താവളങ്ങളിൽ പിന്നെ നിരക്ക് കുറയ്ക്കാനും, മൊബൈലിൻ്റെ റീചാർജ് കറക്റ്റ് 30 ദിവസം ആക്കാനും, അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അമ്മയുടെ പല ഉണ്ട്, സ്ത്രീകളുണ്ട്. ഞാൻ പേരൊന്നും ഓർക്കുന്നില്ല. പക്ഷെ ഞാൻ പാർലമെന്റിലും നിയമസഭയിലും 33% സംവരണം വന്നു കഴിയുമ്പോൾ നമ്മൾ ഒത്തിരി വ്യത്യാസം നമ്മുടെ സമൂഹത്തിലുണ്ടാവും. സ്ത്രീകൾ കൂടുതൽ സ്വാതന്ത്ര്യം വേണം, സ്ത്രീകളെ ബഹുമാനിക്കാൻ ഒരു സംവിധാനം വേണം. ആകുമ്പോൾ ഡ്യുവൽ സിറ്റിസൺഷിപ്പും കൂടെ ഏർപ്പെടുത്തുക, പിന്നെ വോട്ട് ഇരട്ട പൗരത്വം, വോട്ടിംഗ് അങ്ങനെയൊക്കെ വളരെ നല്ല നമ്മുടെ രാജ്യത്ത് നടക്കും. ഇതിൻ്റെ പുരോഗതി ഇതൊക്കെ അത്യാവശ്യമാണ്. ഒത്തിരി അതിലാണ് എൻ്റെ പ്രതീക്ഷ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊക്കെ സംഭവിക്കട്ടെ, നല്ല കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് സംഭവിക്കട്ടെ. അങ്ങനെ ആൾക്കാർ കൂടുതലും പുറത്തു പോകാതെ നമ്മുടെ തന്നെ പുറത്തു പോകാതെ തിരിച്ചു എന്നുള്ളതാണ് എൻ്റെ ആശംസയും വിഷയം. ഒരു റിക്വസ്റ്റ്. ഓക്കെ, എന്നാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. താങ്ക് യു.